ഹായ് മക്കളെ, ബയോളജി സയൻസ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ ബെസ്റ്റ്, അല്ലെങ്കിൽ ഏതെടുക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്ത ഒരു പക്ഷേ പല ആളുകളുടെ ഉള്ളിലുണ്ടാവും. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോവുകയാണ്. ഞാൻ +2 ബയോളജി സയൻസ് ആയിരുന്നു പഠിച്ചത്. +1 അതേപോലെ തന്നെ എൻ്റെ കരിയറിൽ ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ കൂടി പഠിപ്പിക്കാനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാനുള്ളൊരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇതിൽ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്കൊരു എയിം ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എയിം ഉണ്ട്. ആ എയിമിലേക്ക് എത്താൻ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെങ്കിൽ അല്ലെങ്കിൽ ആ മെഡിക്കൽ മേഖലയിലേക്കാണ് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ബയോളജി സയൻസ് ആണ്. ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്തൊരു കുട്ടിക്ക് ഒരു പക്ഷേ ബയോളജി എടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കണം. പല എക്സാമുകൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആദ്യമേ മനസ്സിലാക്കി തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ 2 കുട്ടികൾക്കാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്, 2-3 കുട്ടികൾക്കാണ് ഫുൾ A+ ഉള്ളത്. ആ കമ്പ്യൂട്ടർ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, എന്താ പറയുക, സയൻസ് ആവട്ടെ, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്, ബയോളജി സയൻസും ഉണ്ട്, കോമേഴ്സും ഉണ്ട്. ഈ 4 എണ്ണത്തിലും കൂടി ആകെ വന്നത് 2-3 ഫുൾ A+ ആണ്. അതിൽ 2 A+കളും എനിക്ക് തോന്നുന്നത് ഒന്ന് ബയോളജി സയൻസിൽ നിന്നും ഒന്ന് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നുമാണ് ഫുൾ A+ വന്നത്. അപ്പം 2 ക്ലാസ്സിൽ നിന്നും വേണമെങ്കിൽ A+കൾ വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്തൊരു കുട്ടി ആ സ്കൂളിൽ അത്ര വരാറില്ലായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ കുട്ടി അങ്ങനെ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാറില്ല. അതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ബാച്ച് വളരെ വീക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, ബയോളജി സയൻസ് ആവട്ടെ ഏതാവട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ എത്രത്തോളം റിസൾട്ടുകൾ അവിടെ വരുന്നുണ്ട്, എത്രത്തോളം അടിപൊളിയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ, അതാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത്. ഇതൊരു എൻക്വയറി ചെയ്യേണ്ട കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് +1 +2 എന്ന് പറയുന്നത്. +1 +2 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്യാമ്പസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. റിസൾട്ടുകൾ വരുന്ന ക്യാമ്പസാണോ നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ നിങ്ങളും ഒഴുക്കിനനുസരിച്ച് കളിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. റിസൾട്ടുകൾ വരട്ടെ, ആ റിസൾട്ടുകൾ വരുന്ന സ്കൂളിൽ പോയിട്ട് പഠിക്കണം. കുറച്ച് ദൂരെ യാത്ര ചെയ്താലും വേണ്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസ് പുതുതായിട്ട് വരുന്നത്. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. എൻ്റെ ഒരു ഓർമ്മ, അത് ഇനി അല്ലെങ്കിൽ കുറച്ചുകൂടി ആവശ്യത്തോടു കൂടി വരുന്നത് എന്തായാലും ഞാൻ പഠിക്കുന്ന സമയത്താണ്. അന്നത്തെ ഒരു ട്രെൻഡ്, അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾ സയൻസ് എടുക്കുന്നു, രണ്ടാമത് കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾ കൊമേഴ്സ്, അതിനേക്കാൾ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഹ്യൂമാനിറ്റീസ്, അതിലൊന്നും കിട്ടാത്ത കുട്ടികളായിരുന്നു കമ്പ്യൂട്ടർ സയൻസിലേക്ക് വന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ തന്നെ ഒരുപാട് തോൽവികൾ കമ്പ്യൂട്ടർ സയൻസിൽ നിന്നുണ്ടായിരുന്നു, ഒരുപാട് തോൽവികൾ. അങ്ങനെ ആ ബാച്ച് അവിടെ എന്താ പറയുക, തോൽവി കൊണ്ട് തുടങ്ങി ഒരുപാട് വർഷത്തോളം ഈ തോൽവി കണ്ടിന്യൂ ചെയ്ത ബാച്ചായിരുന്നു കമ്പ്യൂട്ടർ സയൻസ്. പേരുദോഷമുള്ളൊരു ബാച്ച് തന്നെയായിരുന്നു ആ സമയത്ത് കമ്പ്യൂട്ടർ സയൻസിലെ ബാച്ച് എന്ന് പറയുന്നത്. പിന്നെ അത് ഗ്രാജുവലി മാറി വന്ന് ഇപ്പോൾ കുറച്ചൊരു ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ബെറ്റർ എത്രത്തോളം സ്കൂളുകളിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, തൻ്റെ വീടിൻ്റെ അടുത്തുള്ള, ഇനി അല്ലെങ്കിൽ കുറച്ചുകൂടി ദൂരത്ത് പോയാൽ പോലും ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ്സുകൾ കിട്ടുന്ന കമ്പ്യൂട്ടർ സയൻസ് സ്കൂൾ ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അത് നിങ്ങളുടെ റിക്വസ്റ്റാണ്. പിന്നെ ആ കുട്ടിക്ക് എങ്ങനെ ഫുൾ A+ കിട്ടുന്ന ഒരു സംശയമാണ്, ആ കുട്ടി ട്യൂഷന് പോകാറുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ട്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാത്ത കുട്ടികളാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്കൂളിലെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10-60ഓളം കുട്ടികൾ അവിടെ ഉണ്ടാവും, പഠിക്കാനുണ്ടാവും. അവരെല്ലാവരും ഇൻഡിവിജ്വൽ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിന് പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്ന വളരെ ഏറ്റവും മികച്ചൊരു കാര്യമാണ്. അത് ചുരുങ്ങിയ ഫീസിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിന് ബേർഡനൊന്നും ഉണ്ടാവില്ല. വെറും എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ പൈസ മാത്രമേ അവിടെ +1 കോഴ്സിനുള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം. വേറൊന്നും പറയാനില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഏതെങ്കിലും ഓഫ്ലൈൻ സെൻറ്റർ ആണെങ്കിൽ പോലും നിങ്ങളൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് സ്വീകരിക്കണം ഞാൻ പറയുകയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് സൈലം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈലം ചൂസ് ചെയ്യാം. എന്തിനാണെങ്കിലും കൂടുതൽ ഉപകാരപ്രദമുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇനി വേണ്ട വീഡിയോ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാദ് റംസാൻ, ലേണിംഗ്. ബൈ.